പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴും അധികാര കസേരകളുള്ള മനുഷ്യനൊരു താല്പര്യമുണ്ട്. അധികാരം, സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ മനുഷ്യൻ എപ്പോഴും താല്പര്യങ്ങൾ ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ സെബദി പുത്രന്മാരുടെ അമ്മ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, നിന്റെ ഇടതും വലതും വശത്ത് എൻ്റെ മക്കളെ ഇരുത്തണം. വേറെ 10 പേര് അവിടെ ഉണ്ട്, പക്ഷെ അവരെ ആരും ഇരുത്തണ്ട, എൻ്റെ മക്കളെ ഇരുത്തണം. സ്വാർത്ഥപരമായ ഒരു ചിന്ത. മറ്റാരെയും ഇരുത്തിയില്ല, എൻ്റെ മക്കളെ നിന്റെ ഇടതും വലത്തും ഇരുത്തണമേ എന്ന് അപേക്ഷിക്കുന്ന സെബദി പുത്രന്മാരുടെ അമ്മയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. ഈശോ പറയുന്നുണ്ട്, നമ്മൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെറിയവനെ പോലെ ആയിരിക്കണം. കർത്താവിൻ്റെ അടുത്താകാൻ വേണ്ടി നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, ഏറ്റവും എളിയവനെ പോലെ ആയിരുന്നുകൊണ്ട് അങ്ങനെ ഈശോയുടെ അടുത്തായിരിക്കുവാനുള്ള കൃപ. നോമ്പുകാലം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം, സ്വയം ചെറുതായിക്കൊണ്ട്. ഇപ്പം അൽഫോൻസാമയെ നമ്മൾ കാണുന്നുണ്ട്, സ്വയം ചെറുതാകാൻ വേണ്ടി എന്നെ എളിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അൽഫോൻസാമ പക്ഷെ ദൈവസന്നിധിയിൽ ഒത്തിരി വലിയവളായി തീർന്നു. സ്വയം ചെറുതായിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വലിയവരായി തീരുവാനുള്ള കൃപ ഈ നോമ്പുകാലത്ത് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക